വാർത്തയിലേക്ക്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം സർക്കാരിനെതിരെ നിയമസഭയിൽ ആയുധമാക്കി പ്രതിപക്ഷം. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി നിയമനത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതായി മോൻസ് ജോസഫ് MLA ആരോപിച്ചു. ക്രിസ്ത്യാനികൾ ശിവൻകുട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുതെന്ന് മന്ത്രിയും മറുപടി നൽകി. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തങ്ങളെ കുറ്റപ്പെടുത്തിയെന്നായിരുന്നു ചില ക്രൈസ്തവ സഭകളുടെ ആക്ഷേപം. ഇതിന് ചുവടുപിടിച്ചാണ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലുമായി നിയമസഭയിൽ മോൻസ് ജോസഫ് MLA എത്തിയത്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഈ കാര്യം ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ശരിയല്ല. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന നിലപാടിലായിരുന്നു മന്ത്രി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നതിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്തോ ശിവൻകുട്ടിക്കെതിരാണ് എന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇതേപോലെ മറുപടി പറയാൻ തനിക്കും അറിയാമെന്ന് മോൻസ് ജോസഫ് തിരിച്ചടിച്ചതോടെ സഭ ബഹളമയമായി. ഇത് ആരോപണ പ്രത്യാരോപണത്തിന് സ്ഥലമല്ല. ഇത് നിങ്ങളെപ്പോലെ മുതിർന്ന ആളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണിത്. ഇതിനിടയിൽ മന്ത്രിയെ വിമർശിച്ചു വീണ്ടും ക്രൈസ്തവ സഭകളിലെത്തി. എന്നാൽ വിമർശനത്തിന് കാരണമറിയില്ലെന്ന നിലപാടിലാണ് മന്ത്രി. ഈ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ വിവരം ഞാൻ നേരത്തെ പറഞ്ഞ 2 സമിതികൾക്കപ്പുറമായി മന്ത്രിക്ക് നേരിട്ട് നൽകാം. മന്ത്രി സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു അദാലത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ അദാലത്തോടുകൂടി ഏതാണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ NSS സ്ഥാപനങ്ങളിലെ നിയമന നടപടികൾ സർക്കാർ പൂർത്തീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ക്രൈസ്തവ സഭകളുടെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.